നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. മൂലം പൂരാട ഉത്തരത്തെക്കാലം ധനിക്കൂറാണ്. അപ്പോൾ ധനിക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് 6ാം ഭാവാധിപതി ലഗ്നാൽ 2-ൽ ചൊവ്വയുടെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി ദൈവാധീനക്കുറവുള്ള ഒരു സമയമാണ്. ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തിയേട്ടം കൂടുക, തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം, വിപരീത സ്വഭാവം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശുഭമധ്യസ്ഥിതി എന്ന് പറയുന്നൊരു ഗുണം ഉള്ളത് കാരണം കൊണ്ട് നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. തൊഴിലിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കം വരാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തൊഴിലിലൊരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിലിലൊരു മാറ്റം ഉണ്ടാകുക, ഒന്നെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാകുക, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. സഹായ സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന കാരണം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ കൂടുതലായിട്ട് അനുഭവിക്കാനിട വരിക. പ്രേമബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പക്ഷേ അത്ര അനുകൂലമായിട്ടുള്ള അവസ്ഥ പറഞ്ഞുകൂടാ. പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുകയും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എന്നാൽ മറഞ്ഞ ബുധൻ എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം കൊണ്ട് എന്താണോ പുറമേ അറിയാവുന്ന അതിൻ്റെ ഇരട്ടി ഉള്ളിൽ എന്ന് പറയുന്ന ഒരവസ്ഥ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിൽ ബോധം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു ദോഷം വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാലും ബുദ്ധിപരമായ കാര്യത്തിൽ മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ചു കാര്യങ്ങൾ ചെയ്യണം. നാഗദോഷ പരിഹാരം ചെയ്യണം. 4 രാഹുവാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവമൊക്കെ ഉണ്ടാകുന്നതിന് പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ കുടുംബത്തിൽ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയും നല്ല രീതിയിൽ സമയദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. ദേഷ്യം കുറയ്ക്കുക, എടുത്തിയേട്ടം കുറയ്ക്കുക. 5ാം ഭാവാധിപതി ദുരിതഭവനാധിപതിയായിട്ട് നീചത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുക. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വരിക. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആലോചിച്ച് വേണ്ട രീതിയിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. പിന്നെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുകൂലാവസ്ഥയാണ്. തൊഴിലിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ മാത്രം വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ കിട്ടാനുള്ളൊരു യോഗമാണ് തൊഴിലില്ലാത്തവരെ സംബന്ധിച്ചുള്ളത്. അല്ലെങ്കിൽ കുറച്ച് അലച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലൊരു സ്ഥാനചലനത്തിന് യോഗമുള്ള സമയമാണ്. അത് ദോഷമായിട്ട് വരാതിരിക്കാൻ നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മൂല നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.